ഗേസ് ഇന്ന് ഞാൻ വളരെ ടേസ്റ്റിയായതും നല്ല സോഫ്റ്റായ ഒരു പുട്ടാണ് ഇന്ന് സെറ്റാക്കി എടുക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ അജ്മീൻ്റെ പുട്ടുംപൊടി എടുത്തിട്ടുള്ളത്. അജ്മി പുട്ടുംപൊടി വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഏത് പുട്ടുംപൊടി വെച്ചിട്ടും ഇതേ രീതിയിൽ തയ്യാറാക്കിയെടുക്കാം. ഇനി പുട്ടുണ്ടാക്കാൻ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മുറി തേങ്ങേൻ്റെ പകുതിയാണ്. അപ്പോൾ ഇത് ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പാലെടുത്ത് കൊണ്ടുവരാം. തേങ്ങാപ്പാൽ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടിലേക്ക് ആവശ്യമായ ഉപ്പ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് പുട്ടും പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് പുട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ പോരെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് വെള്ളം ചേർക്കണ്ടെങ്കിൽ നമ്മൾ പിഴിഞ്ഞ് വെച്ച ചണ്ടി ഉണ്ടാവില്ല, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം. എന്നിട്ട് ജസ്റ്റ് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് കൊടുത്തിട്ട് ഇത് ഒഴിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ ഏകദേശം 1/4 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി പുട്ടും പൊടി ഇട്ടെടുക്കാം. ഇനി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കിയാൽ മതി. ശരിക്കും ഇതിലേക്ക് കറീൻ്റെ ഒരു ആവശ്യം വരുന്നില്ല, ഇത് മാത്രം നമുക്ക് കഴിച്ചാൽ മതി. അപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റിയാണ് ഇട്ട് കഴിക്കാൻ. ഇതിലേക്ക് നമ്മൾക്ക് കൂടെ 2 പപ്പടം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. താങ്ക് യു. ഇന്ന് നല്ല മഴയാണ്.